أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ ദൈവസ്നേഹം എന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്തമായ മാതൃകയെക്കുറിച്ച് ചില കാര്യങ്ങൾ വിവരിക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസന്റെ പ്രവൃത്തികളിലും തൻ്റെ യജമാനനോടുള്ള പൂർണ്ണമായ അനുസരണത്തിലും അനുധാവനത്തിലും ആ ദൈവസ്നേഹത്തിൻ്റെ അനുരണനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അതായത് അള്ളാഹുവിനുള്ള സ്നേഹത്തിൻ്റെ ഉന്നത നിലവാരങ്ങളുടെ ഫലമായി അവിടത്തേക്ക് ലഭിച്ച ദിവ്യാനുഗ്രഹങ്ങളും അള്ളാഹുവിനോട് അവിടത്തേക്കുണ്ടായിരുന്ന സ്നേഹവും ജനങ്ങൾ പോലും അനുഭവിച്ചറിഞ്ഞിരുന്നു. എങ്കിലും ബാക്കി സംഭവങ്ങൾ വിവരിക്കുന്നതിന് മുമ്പ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തന്നെ വാക്കുകളിൽ ആ സ്നേഹത്തെക്കുറിച്ച് ഞാൻ പരാമർശിക്കാം. അവിടുന്ന് ഒരിടത്ത് ഇപ്രകാരം പറയുന്നു: എൻ്റെ ഏത് പ്രവൃത്തി കാരണമാണ് ദൈവികമായ ഈ അനുഗ്രഹം എനിക്ക് ലഭിച്ചതെന്ന് വിവരിക്കാൻ എനിക്ക് കഴിയില്ല. എന്നാൽ പ്രകൃത്യാ തന്നെ എൻ്റെ ഹൃദയത്തിന് അള്ളാഹുവിനോട് വിശ്വസ്തത നിറഞ്ഞ ഒരാകർഷണമുണ്ടെന്ന് ഞാൻ അനുഭവിക്കുന്നു. ആ ആകർഷണത്തെ തടയാൻ ഒന്നിനും സാധിക്കില്ല. അതിനാൽ ഇതെല്ലാം അവൻ്റെ കൃപ മാത്രമാണ്. അള്ളാഹു എന്നോട് ചെയ്ത വലിയ ഔദാര്യമാണത്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി പിന്തുടരുന്നവനും അവിടുത്തെ സ്നേഹിക്കുന്നവനുമായതുകൊണ്ടാണ് തനിക്കിതെല്ലാം ലഭിച്ചതെന്നും അതിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ സ്നേഹ കവാടങ്ങൾ തനിക്ക് മുന്നിൽ തുറന്നുകൊണ്ടിരുന്നുവെന്നും അതിൻ്റെ ഗ്രാഹ്യം തന്നിൽ ഉത്ഭവിച്ചുവെന്നും പിന്നീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന മഴ എൻ്റെ മേൽ വർഷിച്ചു കൊണ്ടിരുന്നുവെന്നും അവിടുന്ന് പലയിടത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ഈ ഹൃദയാവസ്ഥയെയും ജീവിതചര്യയെയും കുറിച്ച് വിവരിക്കവേ ഹസ്രത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാഹിബ് ഇപ്രകാരം എഴുതുന്നു: ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതിയിട്ടുണ്ട്: അൽ മസാജിദു മക്കാനി വസാലിഹൂന ഇഖ്വാനി വസിക്റുല്ലാഹി മാലി വ ഖൽഖുല്ലാഹി അയാലി. പള്ളികളാണ് എൻ്റെ വാസസ്ഥലം, സജ്ജനങ്ങളാണ് എൻ്റെ സഹോദരങ്ങൾ, ദൈവസ്മരണയാണ് എൻ്റെ ധനം, അവൻ്റെ സൃഷ്ടികളാണ് എൻ്റെ കുടുംബം. അതായത് അവിടുന്ന് പ്രസ്താവിച്ച ഇതെല്ലാം തന്നെ അള്ളാഹു എന്ന കേന്ദ്രബിന്ദുവിന് ചുറ്റുമാണ് കറങ്ങുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിടത്ത് വിവരിക്കുന്നു: നമ്മൾ ഏതൊരു വസ്തുവിനെയും സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. ഭാര്യയായാലും മക്കളായാലും സുഹൃത്തുക്കളായാലും അവരുമായുള്ള നമ്മുടെ എല്ലാ ബന്ധങ്ങളും അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. ഇതാണ് അള്ളാഹു നൽകിയിട്ടുള്ള അധ്യാപനം. ഈ അധ്യാപനത്തെ പ്രചരിപ്പിക്കാൻ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണത്തിലൂടെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവൃത്തികളിലൂടെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത്. ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം
ഒരിടത്ത് ഇപ്രകാരം വിവരിക്കുന്നു: സത്യസന്ധർ പരീക്ഷണഘട്ടങ്ങളിലും ഉറച്ചു നിൽക്കുന്നു. അന്തിമമായി ദൈവം നമ്മുടെ സഹായിയായിരിക്കുമെന്ന് അവർക്കറിയാം. ഇത്രയും ഉത്തമരായ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിന് ഈ വിനീതൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നുണ്ടെങ്കിലും ഒരാൾ പോലും കൂടെ നിന്നില്ലെങ്കിലും എല്ലാവരും എന്നെ വിട്ടുപിരിഞ്ഞ് തങ്ങളുടെ വഴിക്ക് പോയാലും എനിക്ക് ലേശം പോലും ഭയമില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പീഡിപ്പിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ഒരണുവിനേക്കാൾ നിസ്സാരനാക്കപ്പെടുകയും എല്ലാ ഭാഗത്തു നിന്നും ഉപദ്രവങ്ങളും ചീത്തവിളികളും ശാപങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഒടുവിൽ ഞാൻ തന്നെ വിജയിക്കും. എൻ്റെ കൂടെയുള്ളവനല്ലാതെ മറ്റാരും എന്നെ അറിയുന്നില്ല. ഞാൻ ഒരിക്കലും പാഴായി പോവുകയില്ല. ശത്രുക്കളുടെ ശ്രമങ്ങൾ വ്യർത്ഥമാണ്. അസൂയക്കാരുടെ പദ്ധതികൾ നിഷ്ഫലവുമാണ്. അറിയില്ലാത്തവരെ, അന്ധരെ, എനിക്ക് മുമ്പ് ഏത് സത്യവാദിയാണ് പാഴായി പോയിട്ടുള്ളത്? ഞാൻ പാഴായി പോകാൻ. ഏത് വിശ്വസ്തനെയാണ് ദൈവം ഇന്നിനായി നശിപ്പിച്ചിട്ടുള്ളത് എന്നെ നശിപ്പിക്കാൻ? തീർച്ചയായും ഓർക്കുക, കാതു തുറന്ന് കേൾക്കുക. എൻ്റെ ആത്മാവ് നശിച്ചു പോകുന്ന ഒന്നല്ല. എൻ്റെ പ്രകൃതത്തിൽ പരാജയത്തിൻ്റെ അംശമില്ല. പർവ്വതങ്ങൾ പോലും നിസ്സാരമായി പോകുന്നത്രയും ധൈര്യവും സത്യസന്ധതയും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആരെയും ഗുണിക്കുന്നില്ല. ഞാൻ തനിച്ചായിരുന്നു. തനിച്ചായിരിക്കുന്നതിൽ എനിക്ക് അതൃപ്തിയുമില്ലായിരുന്നു. ദൈവം എന്നെ കൈവിടുമോ? ഒരിക്കലുമില്ല. അവൻ എന്നെ നശിപ്പിക്കുമോ? ഒരിക്കലുമില്ല. ശത്രുക്കൾ അപമാനിതരാകും. അസൂയക്കാർ ലജ്ജിതരാകും. ദൈവം തൻ്റെ ദാസന് എല്ലാ മേഖലകളിലും വിജയം നൽകും. ഞാൻ അവനോടൊപ്പമാണ്, അവൻ എന്നോടൊപ്പമാണ്. യാതൊന്നിനും ഞങ്ങളുടെ ബന്ധം തകർക്കാൻ കഴിയില്ല. അവൻ്റെ പ്രതാപത്തെയും പ്രൗഢിയെയും ചൊല്ലി സത്യം, ഇഹലോകത്തിലും പരലോകത്തിലും അവൻ്റെ ദീനിൻ്റെ മഹത്വം പ്രകടമാകുന്നതിനേക്കാളും അവൻ്റെ പ്രതാപം തിളങ്ങുന്നതിനേക്കാളും അവന് ആധിപത്യം ലഭിക്കുന്നതിനേക്കാളും പ്രിയപ്പെട്ടതായി എനിക്ക് മറ്റൊന്നുമില്ല. അവൻ്റെ അനുഗ്രഹത്താൽ ഒരു പരീക്ഷണത്തെയും ഞാൻ ഭയക്കുന്നില്ല. അതൊന്നല്ല, കോടിക്കണക്കിന് പരീക്ഷണങ്ങളായാലും ശരി. പരീക്ഷണ മേഖലകളിലും പ്രയാസങ്ങളുടെ വനാന്തരങ്ങളിലും എനിക്ക് ശക്തി നൽകപ്പെട്ടിരിക്കുന്നു. ഒരു പേർഷ്യൻ കവിതയിൽ അവിടുന്ന് പ്രകാരം പറയുന്നു: മന്ന ആനസ്തും കെ റോസ് ജംഗ് ബീനി പുഷ്തമൻ ആൻ മനും കന്ദാർ കന്ദർ മിയാനി ഖാഖൂൻ ബീനി സരെ. അതായത്, ഈ യുദ്ധദിവസം എൻ്റെ പിൻഭാഗം നീ കാണുമെന്ന് കരുതണ്ട. മറിച്ച് മണ്ണിലും രക്തത്തിലും കുളിച്ചു കിടക്കുന്ന എൻ്റെ ശിരസ്സായിരിക്കും നീ കാണുക. അവിടുന്ന് ജമാഅത്തിനോട് ഇപ്രകാരം പറയുന്നു: ദൈവസ്നേഹത്തിൽ എൻ്റെ അവസ്ഥ ഇതാണ്. അതിനാൽ ആരെങ്കിലും എൻ്റെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരെന്നിൽ നിന്ന് വേർപിരിഞ്ഞുകൊള്ളട്ടെ. കഷ്ടപ്പാടുകൾ വരിക തന്നെ ചെയ്യും. എനിക്ക് ഇനിയും കടന്നു പോകേണ്ട ഭയാനകമായ കാടുകളും മുള്ളുകൾ നിറഞ്ഞ താഴ്വരകളും ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. തുടർന്ന് അവിടുന്ന് വിവരിക്കുന്നു: ഭൂകമ്പങ്ങളെ നമുക്ക് ഭയപ്പെടാൻ കഴിയുമോ? ദൈവമാർഗത്തിലെ പരീക്ഷണങ്ങൾ നമ്മൾ ഭയപ്പെടുകയോ? നമ്മുടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ഏതെങ്കിലും പരീക്ഷണത്താൽ നമുക്ക് അവനിൽ നിന്ന് അകലാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം വിവരിക്കുന്നു. അള്ളാഹുവോടുള്ള സ്നേഹത്തെയും ദീനിനു വേണ്ടിയുള്ള ത്യാഗ മനോഭാവത്തെയും കുറിച്ച് വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു: മൗലവി സർവർ ഷാ സാബ് എന്നോട് ഇപ്രകാരം പറഞ്ഞു: ഗുർദാസ്പൂരിൽ കരംദീനുമായുള്ള കേസ് നടന്നിരുന്ന ദിവസങ്ങളിൽ മജിസ്ട്രേറ്റ് വിചാരണ തീയതി നിശ്ചയിച്ചിരുന്നു. ഹസ്രത്ത് സാഹിബ് അലൈഹിസ്സലാം കാദിയാനിലായിരുന്നു. അവിടുത്തെ വിചാരണയിൽ ചില ഉദ്ധരണികൾ ഹാജരാക്കേണ്ടിയിരുന്നതിനാൽ 2 ദിവസം മുമ്പേ എന്നെ ഗുർദാസ്പൂരിലേക്ക് അയക്കുകയുണ്ടായി. അവിടെ പോയി അവ തയ്യാറാക്കി വെക്കാൻ അവർ നിർദ്ദേശിച്ചു. ഹുസൂർ അലൈഹിസ്സലാം എന്നോടൊപ്പം ഷെയ്ഖ് ഹാമിദ് അലിയെയും അബ്ദുറഹീം ബാബർച്ചയും ഗുർദാസ്പൂരിലേക്ക് അയച്ചു. ഞങ്ങൾ ഗുർദാസ്പൂരിലെ വീട്ടിലെത്തിയപ്പോൾ താഴെ നിന്ന് മർഹൂം ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ ഖാൻ സാഹിബിനെ വിളിച്ചു. അദ്ദേഹം താഴെ വന്ന് വാതിൽ തുറക്കാനായിരുന്നു അത്. ഡോക്ടർ സാഹിബ് ആ സമയം വീടിന് മുകൾ നിലയിലായിരുന്നു. ഞങ്ങൾ വിളിച്ചതും അദ്ദേഹം അത്യന്തം അസ്വസ്ഥനായി ഉറക്കെ കരയാൻ തുടങ്ങി. ഞങ്ങൾ പലതവണ വിളിച്ചെങ്കിലും അദ്ദേഹം കരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അല്പസമയത്തിന് ശേഷം അദ്ദേഹം കണ്ണുനീർ തുടച്ചുകൊണ്ട് താഴേക്ക് വന്നു.
കരച്ചിലിൻ്റെ കാര്യം ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ഹുസൈൻ മുൻഷി എൻ്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹം, അതായത് മുഹമ്മദ് ഹുസൈൻ, കോടതിയിലെ ഗുമസ്തനും അനഹമ്മദിയുമായിരുന്നു. മൗലവി സാഹിബ് പറയുന്നത്, ഗുർദാസ്പൂർ കോടതിയിൽ ഗുമസ്തനായിരുന്ന പ്രസ്തുത മുഹമ്മദ് ഹുസൈൻ ജമാഅത്തിൻ്റെ കടുത്ത എതിരാളിയായിരുന്നു എന്നാണ്. മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലിയുമായി ബന്ധമുള്ള ഒരാളുമായിരുന്നു അദ്ദേഹം. ഡോക്ടർ സാഹിബ് താഴെ വന്നപ്പോൾ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. അതായത് മുഹമ്മദ് ഹുസൈൻ മുൻഷി വന്ന് ഇപ്രകാരം പറയുകയുണ്ടായി അത്രേ. അതായത് മുഹമ്മദ് ഹുസൈൻ മുൻഷി വന്ന് ഇപ്രകാരം പറഞ്ഞു, ഇന്ന് ഇവിടെ ആര്യ സമാജക്കാരുടെ ഒരു യോഗം നടന്നിരുന്നു. ചില ആര്യ സമാജക്കാർ അവരുടെ സുഹൃത്തുക്കളെയും യോഗത്തിന് കൊണ്ടുപോയിരുന്നു. അതുപോലെ ഞാനും ഒരു ആര്യ സുഹൃത്തിനോടൊപ്പം അവിടെ പോവുകയുണ്ടായി. യോഗത്തിന് ശേഷം സംഘാടകർ അറിയിച്ചു, ഇപ്പോൾ യോഗം കഴിഞ്ഞിരിക്കുന്നു, സാധാരണക്കാർക്ക് പോകാം എന്ന്. ഞങ്ങൾക്ക് ചില സ്വകാര്യ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ മറ്റുള്ളവരും എഴുന്നേറ്റ് പോയി. ഞാനും പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആര്യ സമാജിയായ സുഹൃത്ത് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പോകാം, നിങ്ങളൊരു വശത്ത് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ പുറത്ത് കാത്തു നിൽക്കുകയോ ചെയ്യുക. അങ്ങനെ ഞാൻ അവിടെ ഒരു വശത്ത് മാറിയിരുന്നു. അനഹമ്മദിയായ മുഹമ്മദ് ഹുസൈൻ തുടരുന്നു, അപ്പോൾ ആര്യന്മാരിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് മജിസ്ട്രേറ്റിനോട് മിർസ സാഹിബിൻ്റെ പേരെടുത്തു പറഞ്ഞു, ഈ വ്യക്തി നമ്മുടെ കടുത്ത ശത്രുവും നമ്മുടെ നേതാവായ ലേഖ്റാമിൻ്റെ കൊലയാളിയുമാണ്. ഇപ്പോൾ അദ്ദേഹം നിങ്ങളുടെ കയ്യിലെ ഇരയാണ്. മുഴുവൻ സമുദായത്തിൻ്റെയും കണ്ണ് നിങ്ങളിലാണ്. ഈ ഇരയെ നിങ്ങൾ കൈവിട്ടാൽ നിങ്ങൾ സമുദായത്തിൻ്റെ ശത്രുവായിരിക്കും. അയാൾ ഇത്തരത്തിലുള്ള വൈകാരികമായ നിലയിൽ കാര്യങ്ങൾ സംസാരിച്ചു. അതിന് മജിസ്ട്രേറ്റ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു, സാധ്യമാണെങ്കിൽ മിർസയെ മാത്രമല്ല, ഈ കേസിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാ സാക്ഷികളെയും നരകത്തിലെത്തിക്കണമെന്ന് ഞാൻ നേരത്തെ ചിന്തിച്ചതാണ്. എന്നാൽ എന്ത് ചെയ്യാനാണ്, കേസ് അത്രത്തോളം ബുദ്ധിപൂർവ്വമാണ് നടത്തപ്പെടുന്നത്. എവിടെയും ഒരു പഴുതുപോലും കിട്ടുന്നില്ല. എങ്കിലും ഇപ്പോൾ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, എന്തു തന്നെ സംഭവിച്ചാലും വരാനിരിക്കുന്ന ആദ്യ വിചാരണയിൽ തന്നെ കോടതി നടപടികൾ ഞാൻ നടപ്പാക്കുന്നതായിരിക്കും. മൗലവി സാഹിബ് പറയുന്നു, ഡോക്ടർ സാഹിബ് ഇപ്രകാരം വിവരിച്ചു, മുഹമ്മദ് ഹുസൈൻ എന്നോട് പറഞ്ഞു, കോടതി നടപടി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്, ഏതൊരു മജിസ്ട്രേറ്റിനും കേസിൻ്റെ ആരംഭത്തിലോ വിചാരണ വേളയിലോ എപ്പോൾ വേണമെങ്കിലും പ്രതിക്ക് ജാമ്യം നിഷേധിച്ച് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കാൻ അധികാരമുണ്ട്. മുഹമ്മദ് ഹുസൈൻ തുടർന്നു, ഡോക്ടർ സാഹിബ്, ഞാൻ താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെ കടുത്ത എതിരാളിയാണെന്ന് താങ്കൾക്കറിയാമല്ലോ. ഞാൻ മൗലവി മുഹമ്മദ് ഹുസൈൻ്റെ അനുയായിയും എതിരാളിയുമായിരുന്നു. പേരും അതുതന്നെയാണ്. എന്നാൽ ഒരു മാന്യ കുടുംബം അപമാനിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ കൈകളാൽ അവഹേളിക്കപ്പെടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. മിർസ സാഹിബിൻ്റെ കുടുംബം ഈ ജില്ലയിലെ ഏറ്റവും ആദരണീയ കുടുംബമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിവരം എത്തിച്ചു തന്നതാണ്. എങ്കിലും മുൻകരുതൽ എടുത്തുകൊള്ളുക. തുടർന്ന് അദ്ദേഹം 2 നിർദ്ദേശങ്ങൾ കൂടി വെക്കുകയുണ്ടായി. ഒന്ന്, ചീഫ് കോടതിയിൽ, അന്നത്തെ കോടതിയാണ്, ചീഫ് കോടതിയിൽ നിന്ന് കേസ് മാറ്റാൻ ശ്രമിക്കുക. 2, വരാനിരിക്കുന്ന വിചാരണയിൽ മിർസ സാഹിബ് കോടതിയിൽ ഹാജരാകാതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. മൗലവി സാഹിബ് വിവരിച്ചു, ഡോക്ടർ സാഹിബ് ഈ സംഭവം കേൾപ്പിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഭയപ്പെട്ടു. അപ്പോൾ തന്നെ കാദിയാനിലേക്ക് ഒരാളെ അയച്ച് ഹസരത്ത് സാഹിബിനോട് ഈ കാര്യങ്ങൾ വിവരിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. രാത്രിയായി കഴിഞ്ഞിരുന്നു. ഞങ്ങളൊരു വണ്ടി, അതായത് അന്നത്തെ ടാങ്കയോ കുതിരവണ്ടിയോ അന്വേഷിച്ചു. പല വണ്ടികളും അവിടെ ഉണ്ടായിരുന്നെങ്കിലും എതിർപ്പ് അത്രത്തോളം ശക്തമായിരുന്നതിനാൽ ആരും വരാൻ തയ്യാറായില്ല. യാതൊരു വാഹനവും ലഭിക്കുന്നുണ്ടായില്ല. ആരും വരാൻ തയ്യാറായില്ല. എല്ലാവരും വിസമ്മതിച്ചു. ഞങ്ങൾ 4 ഇരട്ടി വാടക വാഗ്ദാനം ചെയ്തിട്ടും ഒരു വണ്ടിക്കാരനും സമ്മതിച്ചില്ല. ഒടുവിൽ ഞങ്ങൾ ഷേഖ് ഹാമിദ് അലിയെയും അബ്ദുറഹീം ബാബർച്ചിയെയും 3-മതൊരാളെയും കാൽനടയായി കാദിയാനിലേക്ക് അയച്ചു. അവർ സുബൈ നമസ്കാര സമയത്ത് കാദിയാനിലെത്തി ഹസ്രത്ത് സാഹിബിനോട് കാര്യങ്ങൾ ചുരുക്കത്തിൽ വിവരിച്ചു. ഹുസൂർ അതൊന്നും ഗൗനിക്കാതെ പ്രകാരം അരുളി, ശരി, നമുക്ക് ബട്ടാലിലേക്ക് പോകാം. ലാഹോറിൽ നിന്ന് മടങ്ങി വരുന്ന ഖ്വാജ സാഹിബും മൗലവി മുഹമ്മദ് അലി സാഹിബും അവിടെ വെച്ച് നമ്മെ കാണും. ലാഹോറിൽ നിന്ന് മടങ്ങുന്ന അവരെ അവിടെ വെച്ച് കാണാമെന്നും കേസ് മാറ്റാനുള്ള ശ്രമം എന്തായെന്ന് അവിടെ വെച്ച് അറിയാമെന്നും അവിടുന്ന് പറഞ്ഞു.
മജിസ്ട്രേറ്റിൻ്റെ പക്ഷപാതം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ വക്കീലന്മാർ കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റാനായി ചീഫ് കോടതിയിൽ നേരത്തെ തന്നെ അപേക്ഷ നൽകിയിരുന്നു. അങ്ങനെ അന്നേ ദിവസം ഹുസൂർ ബട്ടാലയിലെത്തി. വണ്ടിയിൽ വെച്ച് മൗലവി മുഹമ്മദ് അലി സാഹിബിനെയും ഖാജ സാഹിബിനെയും കണ്ടുമുട്ടി. കേസ് മാറ്റാനുള്ള ശ്രമം വിജയിച്ചില്ലെന്നും ചീഫ് കോടതി അപേക്ഷ നിരസിച്ചുവെന്നും അവർ അറിയിച്ചു. കേസ് മാറ്റാനായി നൽകിയ അപേക്ഷ വിജയം കണ്ടില്ല. പിന്നീട് ഹസ്രത്ത് സാഹിബ് ഗുർദാസ്പൂരിലേക്ക് വന്നു. വഴിമധ്യേ ഖ്വാജ സാഹിബിനോടോ മൗലവി സാഹിബിനോടോ തനിക്ക് ലഭിച്ച ആ വാർത്തയെക്കുറിച്ച് അവിടുന്ന് ഒന്നും സംസാരിച്ചില്ല. ഗുർദാസ്പൂരിലെ താമസ സ്ഥലത്തെത്തിയപ്പോൾ പതിവ് പോലെ അവിടുന്ന് ഒരു മുറിയിൽ പോയി കട്ടിലിൽ കിടന്നു. മൗലവി സാഹിബ് പറയുന്നു, ആ സമയം ഞങ്ങളുടെ ശരീരമാകെ വിറക്കുകയായിരുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ ഭയന്നുപോയി. കാരണം മജിസ്ട്രേറ്റ് അത്രത്തോളം ശക്തമായ പ്രതിജ്ഞയാണ് എടുത്തിരിക്കുന്നത്. അല്പസമയത്തിന് ശേഷം ഹുസൂർ എന്നെ വിളിച്ചു. ഞാൻ ചെന്നപ്പോൾ ഹസ്രത്ത് സാഹിബ് 2 കൈപ്പത്തികളും കോർത്ത് തലയ്ക്ക് താഴെ വെച്ച് നേരെ മലർന്നു കിടക്കുകയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ അവിടുന്ന് ഒരു വശത്തേക്ക് ചരിഞ്ഞ് കൈമുട്ടുകുത്തി കൈപ്പത്തിയിൽ തല ചായ്ച്ചു വെച്ച് എന്നോട് പറഞ്ഞു, എന്താണ് ആ സംഭവമെന്ന് പൂർണ്ണമായി കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ആ സമയം മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. വാതിൽക്കൽ മിയാൻ ഷാദി ഖാൻ മാത്രം നിൽക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ഇസ്മായിൽ ഖാൻ സാഹിബ് കരഞ്ഞതും മുഹമ്മദ് ഹുസൈൻ മുൻഷി പറഞ്ഞ കാര്യങ്ങളുമെല്ലാം ഞാൻ വിവരിച്ചു. ഹുസൂർ എല്ലാം ശാന്തമായി കേട്ടുകൊണ്ടിരുന്നു. ഞാൻ ഇര എന്ന വാക്ക് പറഞ്ഞപ്പോൾ, അതായത് ഇര ഇപ്പോൾ എൻ്റെ കയ്യിലാണ് എന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞുവല്ലോ. പെട്ടെന്ന് ഹദ്രത്ത് സാഹിബ് എഴുന്നേറ്റിരുന്നു. അവിടുത്തെ കണ്ണുകൾ തിളങ്ങുകയും മുഖം ചുവന്നു തൊടുക്കുകയും ചെയ്തു. അവിടുന്ന് പറഞ്ഞു, ഞാൻ അയാളുടെ ഇരയാണെന്നോ? ഞാൻ ഇരയല്ല, ഞാൻ സിംഹമാണ്, അതും അള്ളാഹുവിൻ്റെ സിംഹം. അവൻ അള്ളാഹുവിൻ്റെ സിംഹത്തിന്മേൽ കൈവെക്കാൻ കഴിയുമോ? ഒന്ന് ചെയ്തു നോക്കട്ടെ. ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ അവിടുത്തെ ശബ്ദം അത്രത്തോളം ഉച്ചത്തിലായിരുന്നു. മുറിക്ക് പുറത്തുള്ളവർ പോലും ഞെട്ടിപ്പോയി. അവരെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരുന്നെങ്കിലും ആരും മുറിക്കുള്ളിലേക്ക് വന്നില്ല. അവിടുന്ന് പലതവണ ദൈവത്തിൻ്റെ സിംഹം എന്ന വാക്ക് ആവർത്തിച്ചു. എപ്പോഴും താഴ്ന്നിരിക്കുകയും പാതി അടഞ്ഞിരിക്കുകയും ചെയ്തിരുന്ന അവിടുത്തെ നയനങ്ങൾ അപ്പോൾ ഒരു സിംഹത്തിൻ്റെ കണ്ണുകളെപ്പോലെ അഗ്നിജ്വാലയായി തിളങ്ങുന്നുണ്ടായിരുന്നു. ആ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാത്ത വിധം അത് ചുവന്നിരുന്നു. തുടർന്ന് അവിടുന്ന് അരുളി, ഞാൻ എന്ത് ചെയ്യാനാണ്? നിന്റെ ദീനിനു വേണ്ടി എൻ്റെ കൈകളിലും കാലുകളിലും ഇരുമ്പ് വിലങ്ങ് അണിയാൻ തയ്യാറാണെന്ന് ഞാൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് കൈവിലങ്ങ് വെച്ചാലും ചങ്ങലകൾ അണിയേണ്ടി വന്നാലും എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. എന്നാൽ അള്ളാഹുവിനോട് പറയുന്നു, ഇല്ല, ഞാൻ നിന്നെ അപമാനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ്, നിന്നെ ആദരവോടുകൂടി കുറ്റവിമുക്തനാക്കുന്നതായിരിക്കും. പിന്നീട് അവിടുന്ന് ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ആരംഭിച്ചു. ഏകദേശം അരമണിക്കൂറോളം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ അത്യന്തം ആവേശത്തോടെ അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവസ്നേഹത്താലും ദൈവാനുരാഗത്താലും ത്യാഗം വരിക്കാനുള്ള അപാരമായൊരു സങ്കല്പമാണ് അവിടുത്തേക്കുണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ അവിടുത്തേക്ക് എത്രത്തോളം വിശ്വാസമുണ്ടായിരുന്നു. ഈ വിശ്വാസം ദൈവസ്നേഹത്തിൻ്റെ ഫലമായിരുന്നു. ഞാൻ അള്ളാഹുവെ സ്നേഹിക്കുന്നു, അവന് വേണ്ടി ഏതൊരു ത്യാഗത്തിനും ഞാൻ തയ്യാറാണ്, അതിനാൽ അള്ളാഹുവിനെ നശിപ്പിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യം അവിടുത്തേക്കുണ്ടായിരുന്നു. സമാനമായ മറ്റൊരു സംഭവം ഇപ്രകാരമാണ്. ഒരിക്കൽ ലേഖ്രാമിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംശയത്തിൻ്റെ പേരിൽ പോലീസ് സൂപ്രണ്ട് ക്യാപ്റ്റൻ ലമാർച്ചണ്ട് തൻ്റെ സൈനിക വ്യൂഹവുമായി പെട്ടെന്ന് ഖാദിയാനിലെത്തി. അതിൽ മീർ നാസിർ നവാബ് സാഹിബ് റളിയല്ലാഹു അൻഹു വിവരമറിഞ്ഞപ്പോൾ അത്യന്തം പരിഭ്രാന്തനായ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തെത്തി. ഇടറിയ ശബ്ദത്തിൽ അദ്ദേഹം ഇപ്രകാരം അറിയിച്ചു, സൂപ്രണ്ട് അറസ്റ്റ് വാറണ്ടും കൈവലങ്കുമായി വരുന്നുണ്ട്. ആ സമയം ഹസ്രത്ത് അഖ്ദസ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ നൂറുൽ ഖുർആൻ എന്ന ഗ്രന്ഥം രചിക്കുകയായിരുന്നു. തല ഉയർത്തി അത്യന്തം ശാന്തനായിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് അരുളി, മീർ സാഹിബ്, ആളുകൾ സന്തോഷവേളകളിൽ വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടുമുള്ള വളകൾ ധരിക്കാറുണ്ടല്ലോ. നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇരുമ്പ് വളകൾ ധരിച്ചു എന്ന് കരുതാം. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം അവിടുന്ന് പറഞ്ഞു, എന്നാൽ അങ്ങനെ സംഭവിക്കില്ല. കാരണം അള്ളാഹുവിൻ്റെ സ്വന്തം ഭരണകൂടത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അവൻ തൻ്റെ ഖലീഫമാരെയും ദൈവനിയോഗിതരെയും ഇപ്രകാരം അപമാനിക്കുകയില്ല. തീർച്ചയായും അത് തന്നെ സംഭവിച്ചു. ശത്രുക്കൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല. മറ്റൊരു നിവേദനം മൗലവി അബ്ദുൽ കരീം സാഹിബ് സിയാൽകോട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഒരിക്കൽ ജലന്ധറിൽ വെച്ച് അവിടുന്ന് ഇപ്രകാരം അരുളി: പരീക്ഷണമുണ്ടാകുമ്പോൾ നമ്മുടെ ജമാഅത്തിലെ ദുർബല മനസ്സുകളെക്കുറിച്ചാണ് എനിക്ക് ആശങ്കയുണ്ടാകാറുള്ളത്. അതായത് വാഗ്ദത്ത മസീനും അദ്ദേഹത്തിൻ്റെ ജമാഅത്തിനും പരീക്ഷണങ്ങളും കേസുകളും എതിർപ്പുകളും ഒക്കെ നേരിടേണ്ടി വരാറുണ്ട്. അന്നേരം തൻ്റെ ജമാഅത്തിലെ ദുർബല വിശ്വാസരെയും ദുർബല ഹൃദയരെയും ദുർബല വിശ്വാസികളെയും കുറിച്ചാണ് താൻ ആശങ്കപ്പെടുന്നതെന്ന് അവിടുന്ന് പറയുന്നു. തുടർന്ന് അവിടുന്ന് അരുളി: എൻ്റെ അവസ്ഥ ഇതാണ്, നീ കൈവിടപ്പെട്ടവനാണ്, നിന്റെ യാതൊരു ആഗ്രഹവും നാം നിറവേറ്റുകയില്ല എന്ന് അള്ളാഹു എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോലും ദൈവത്തോടുള്ള എൻ്റെ സ്നേഹത്തിലും മതസേവനത്തിലും യാതൊരു കുറവും വരികയില്ലെന്ന് ദൈവനാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. അപ്പോഴും ഞാൻ അള്ളാഹുവിനെ കൈവിടുകയില്ല, സ്നേഹം കുറയുകയുമില്ല. കാരണം ഞാൻ അവനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് അള്ളാഹുവിലുള്ള തവക്കുലും ദൃഢനിശ്ചയവും അത്രമേൽ ശക്തമാണ്. എന്ത് സംഭവിച്ചാലും എൻ്റെ സ്നേഹത്തിൽ ഒരു കുറവും വരികയില്ല. ഹസ്രത്ത് നവാബ് മുബാറക്ക ബീഗം സാഹിബ ഇപ്രകാരം ഒരു നിവേദനം വിവരിക്കുന്നു: എൻ്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവനായ അള്ളാഹുള്ള സ്നേഹം അവിടുത്തെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ഓരോ അണുവിലും അലതല്ലിയിരുന്നു. അവിടുത്തെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും അത് തെളിഞ്ഞു നിന്നു. നമസ്കാര സമയമല്ലാതെയും അവിടുന്ന് തൻ്റെ റബ്ബിനെ നെഞ്ചുരുകി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വെറും നമസ്കാരങ്ങളിൽ മാത്രമല്ല, സാധാരണ നിലയിലും അവിടുന്ന് പ്രാർത്ഥനയിൽ തേങ്ങിക്കരഞ്ഞുകൊണ്ട് വിളിക്കുമായിരുന്നു: മേരെ പ്യാരെ അല്ല, മേരെ പ്യാരെ അല്ല, എൻ്റെ പ്രിയപ്പെട്ട അള്ളാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട അള്ളാഹുവേ എന്ന് അവിടുന്ന് വിളിക്കുമായിരുന്നു. ആ ശബ്ദം ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അവിടുത്തെ കണ്ണുനീരൊഴുകുന്നത് ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. അവിടുന്ന് ആ നിമിഷത്തിലെ ഒരു ചിത്രം കോറിയിട്ടിരിക്കുകയാണ്. അനാദിയും അനശ്വരനുമായ തൻ്റെ ദൈവത്തെ ചൊല്ലി അവിടുത്തെ ആത്മാഭിമാനത്തിന് നേരിട്ട് അനുഭവിച്ച ഒരു ഉദാഹരണം വിവരിച്ചുകൊണ്ട് അവർ എഴുതുന്നു. അവർ പറയുന്നു: പ്രാർത്ഥനയെ സംബന്ധിച്ച് ഞാൻ ദർശിച്ച അവസ്ഥയാണിത്. ഞാനൊരു സംഭവം കൂടി വിവരിക്കാം. അവരെഴുതുന്നു: അവിടുന്ന് തൻ്റെ മുറിയിലായിരുന്നു, പുറത്തു പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഹസ്രത്ത് മുബാറക്ക ബീഗം സാഹിബ പറയുന്നു: ഞാൻ അവിടുത്തെ അടുത്തുണ്ടായിരുന്നു. ഞങ്ങളുടെ തായ് സാഹിബയുടെ വലിയമ്മയുടെ ഒരു പ്രത്യേക വേലക്കാരി, അവർ തായ് സാഹിബയോടൊപ്പം തന്നെ അഹമ്മദിയാവുകയും ബേഷ്തി മക്കബറിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവർ ഹസ്രത്ത് അമ്മ ജാനിൻ്റെ അടുത്തു വന്നു. ഒരു ബന്ധുത്വത്തിൻ്റെ പേരിൽ അവർ ഞങ്ങളുടെ പിതൃ സഹോദരനായ മിർസ ഇമാമുദ്ദീൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ തുടങ്ങി. ആദ്യം വലിയ നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പഞ്ചാബിയിൽ ആ സ്ത്രീ പറഞ്ഞതും അത് മസീമു സ്വലാത്തു വസ്സലാം മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവിടുത്തെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തിരുന്നു. അവിടുന്ന് തൻ്റെ വടി മണ്ണിൽ അടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നീ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ ദൈവത്തിൻ്റെ ശത്രുവിനെ പുകഴ്ത്തുകയാണോ? മിർസ ഇമാമുദ്ദീൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചവനും അള്ളാഹുവിനെ പരിഹസിക്കുന്നവനുമായിരുന്നു. തൻ്റെ വീട്ടിലിരുന്ന് അത്തരം ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് അവിടുത്തെ ആത്മാഭിമാനത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. നവാബ് മുബാറക്ക ബീഗം സാഹിബ് എഴുതുന്നു: അവിടുത്തെ ശബ്ദത്തിൽ അത്രത്തോളം ഗാംഭീര്യമുണ്ടായിരുന്നു. ആ സ്ത്രീ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. മിർസ ഇമാമുദ്ദീൻ ഒരു നിരീശ്വരവാദിയായിരുന്നു. തൻ്റെ വീട്ടിൽ ഒരു നിരീശ്വരവാദിയെ എത്രത്തോളം പുകഴ്ത്തുന്നത് അവിടത്തേക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? അവിടുന്ന് തൻ്റെ യജമാനായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന് ബാല്യകാലവും യൗവനവും മുതൽക്കേ ദൈവസ്നേഹത്തിലാണ് സമയം ചെലവഴിച്ചത്. അത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു നിവേദനത്തിൽ എഴുതുന്നു: ഒരു സിഖ് ഭൂവുടമ ഇപ്രകാരം വിവരിക്കുന്നു: നമ്മുടെ പിതാമഹൻ വാഗ്ദത്ത് മസീഹിന് ഒരു ജോലി ശരിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അവിടുത്തോട് പറയാൻ ചെന്നതായിരുന്നു. അടുത്തുനിന്ന് ജോലി വാഗ്ദാനവുമായി പോയതായിരുന്നു അദ്ദേഹം. ഒരിക്കലൊരു വലിയ ഉദ്യോഗസ്ഥനോ പ്രമുഖനോ നമ്മുടെ പിതാമഹനോട് ചോദിച്ചു: നിങ്ങൾക്കൊരു ചെറിയ മകൻ കൂടിയുണ്ടെന്ന് കേൾക്കുന്നു, പക്ഷെ ഞങ്ങൾ അവനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പിതാമഹൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: അതെ, എനിക്കൊരു ചെറിയ മകനുണ്ട്. പക്ഷെ പുത്തൻ മനവാട്ടികളെപ്പോലെ അവന് പുറത്തിറങ്ങുന്നത് കുറവാണ്. നിങ്ങൾക്ക് അവനെ കാണണമെന്നുണ്ടെങ്കിൽ പള്ളിയുടെ ഏതെങ്കിലും കോണിൽ പോയി നോക്കുക. അവനൊരു പള്ളിപ്രിയനാണ്. ഈ സംഭവത്തെ ഹസ്രത്ത് മെഹറാജുദ്ദീൻ സാഹിബ് ഇപ്രകാരം വിശദീകരിക്കുന്നു: പിതാമഹൻ ഇപ്രകാരം കൂടി പറയുകയുണ്ടായി: പള്ളിയിൽ പോയി വുളു എടുക്കുന്ന പൈപ്പിനടുത്ത് അവനെ അന്വേഷിക്കൂ. വുളു എടുക്കുന്നതിന് വെള്ളത്തിൻ്റെ പൈപ്പും ടാങ്കും ഒക്കെയുള്ള സ്ഥലത്ത്. അവിടെ കണ്ടില്ലെങ്കിൽ നിരാശരായി മടങ്ങരുത്. പള്ളിക്കകത്തേക്ക് പോയി ഏതെങ്കിലും മൂലയിൽ നോക്കുക. അവിടെയും കണ്ടില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. പള്ളിയിലെ ഏതെങ്കിലും പായ ചുരുട്ടി നിവർത്തി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക.
അതിൻ്റെ ഉള്ളിൽ അവനെ കണ്ടേക്കാം. കാരണം അവൻ ജീവിതത്തിൽ തന്നെ മരിച്ചവനാണ്. അതായത് ദൈവസ്നേഹത്തിൽ അവിടുന്ന് അത്രത്തോളം ലയിച്ചിരുന്നുവെന്നാൽ ആരെങ്കിലും പായയിൽ ചുരുട്ടിവെച്ചാൽ പോലും അവിടുന്ന് അനങ്ങാത്ത അവസ്ഥയിലായിരുന്നു. അതുപോലെ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് മറ്റൊരു സംഭവം വിവരിക്കുന്നു. ലുധിയാനയിലെ ഹാജി അബ്ദുൽ മജീദ് സാഹിബ് എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം ലുധിയാനയിലായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു വേപ്പ് മരമുണ്ടായിരുന്നു. വർഷകാലമായതിനാൽ അതിൻ്റെ ഇലകൾ നല്ല പച്ചപ്പുള്ളതും മനോഹരവുമായിരുന്നു. ഹുസൂർ എന്നോട് പറഞ്ഞു, ഹാജി സാഹിബ്, ഈ മരത്തിൻ്റെ ഇലകളിലേക്ക് നോക്കൂ, എത്ര മനോഹരമാണ്. ഹാജി സാഹിബ് പറയുന്നു, ഞാൻ നോക്കിയപ്പോൾ ഹുസൂറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അള്ളാഹുവിൻ്റെ ശക്തിവിലാസങ്ങളും സ്നേഹവും ഓർത്തുപോയ അവിടുത്തെ കണ്ണുകളിൽ നിന്ന് അന്നേരം അശ്രുബിന്ദുക്കൾ പൊഴുകയായിരുന്നു. അത് മുസ്ലിം മോദ് തലാൻഹു ഇപ്രകാരം വിവരിക്കുന്നു, ഇവിടെ ഒരാളുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വളരെ ആത്മാർത്ഥതയുള്ള അഹമ്മദിയായി മാറി. എന്നാൽ അഹമ്മദിയാകുന്നതിന് മുമ്പ് ഏകദേശം 20 വർഷത്തോളം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് നീരസം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി അവിടത്തേക്ക് സഹിക്കാനായില്ല എന്നതായിരുന്നു കാരണം. ആ വ്യക്തിയുടെ മകൻ മരിച്ചപ്പോൾ ആശ്വസിപ്പിക്കാനായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജ്യേഷ്ഠനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അക്കാലത്തെ രീതി അനുസരിച്ച് അടുത്ത സുഹൃത്തുക്കൾ വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയുന്ന പതിവുണ്ടായിരുന്നു. ആ വ്യക്തി ഹസ്രത്ത് സാഹിബിൻ്റെ ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം എന്നോട് വലിയ അക്രമം ചെയ്തു. ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് സാഹിബ് അലൈഹി സ്വലാമിന് അദ്ദേഹത്തോട് വലിയ വെറുപ്പ് തോന്നി. അദ്ദേഹത്തിൻ്റെ മുഖം പോലും കാണാൻ അവിടുന്ന് ആഗ്രഹിച്ചില്ല. പിന്നീട് അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകുകയും അദ്ദേഹം അത്തരം അജ്ഞതകളിൽ നിന്ന് മോചിതനാവുകയും ചെയ്തു. മറ്റൊരു നിവേദനം അത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇപ്രകാരം വിവരിക്കുന്നു. കബൂർത്തലയിലെ മുൻഷി ജഫർ അഹമ്മദ് സാഹിബ് എഴുതുകയുണ്ടായി, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് തലചുറ്റലിൻ്റെ അസുഖമുണ്ടായിരുന്നു. ആ അസുഖം ഭേദമാക്കാൻ പ്രത്യേക കഴിവുള്ള ഒരു വൈദ്യനെ അകലെ നിന്ന് വണ്ടിക്കൂലി നൽകി വരുത്തുകയുണ്ടായി. അവിടുത്തെ പരിശോധിച്ച ശേഷം അയാൾ പറഞ്ഞു, 2 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളെ സുഖപ്പെടുത്താം, ഞാൻ നിങ്ങളെ ശരിയാക്കിത്തരാം. ഇത് കേട്ടതും അവിടുന്ന് മുറിക്കകത്തേക്ക് പോയി ഹസ്രത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബിന് ഒരു കുറിപ്പ് എഴുതുകയുണ്ടായി. പ്രകാരം പറഞ്ഞു, ഈ വ്യക്തിയെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവൻ ദൈവമാണെന്ന് അവകാശപ്പെടുകയാണോ? ഇയാൾക്ക് വണ്ടിക്കൂലിയും അധികമായി 25 രൂപയും നൽകി പറഞ്ഞു വിട്ടേക്കുക. അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം അരുളി, ഞാൻ സുഖപ്പെടുത്താമെന്ന് ഇയാൾ പറയുന്നു. അള്ളാഹു അല്ലാതെ ആരാണ് സുഖപ്പെടുത്തുന്നവൻ? അള്ളാഹുവാണ് രോഗശമനം നൽകുന്നവൻ. മിർസ ബഷീർ അഹമ്മദ് സാഹിബ് മറ്റൊരു സംഭവം കൂടി വിവരിക്കുന്നു. മുൻഷി ജഫർ അഹമ്മദ് സാഹിബ് കബൂർ തലവിയുടേതാണ്. മർഹൂം ചൗധരി റുസ്തം അലി ഖാൻ സാഹിബ് റെയിൽവേ ഇൻസ്പെക്ടറായിരുന്നു. പ്രതിമാസം 150 രൂപ ശമ്പളം അദ്ദേഹത്തിന് ലഭിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ആത്മാർത്ഥതയുള്ള ജമാഅത്തിലെ സ്മരണീയനായ വ്യക്തിയായിരുന്നു. 20 രൂപ മാത്രം കയ്യിൽ വെച്ച് ബാക്കി മുഴുവൻ തുകയും ഹസ്രത്ത് സാഹിബിന് മസീഹ് സ്വലാത്തു വസ്സലാമിന് അയച്ചു കൊടുക്കുമായിരുന്നു. അത് അദ്ദേഹം സ്ഥിരം ചെയ്തിരുന്ന കാര്യമായിരുന്നു. അദ്ദേഹത്തിന് ഒരേ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകൻ രോഗബാധിതനായപ്പോൾ ഭാര്യയോടൊപ്പം അവനെ കാദ്യാനിലേക്ക് കൊണ്ടുവന്നു. അവർ ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഒരു ദിവസം അവിടുന്ന് അരുളി, കഴിഞ്ഞ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആരോ എൻ്റെ ദൈവത്തെ ചീത്ത വിളിക്കുന്നു. എനിക്ക് വലിയ പ്രയാസം തോന്നി. അവിടുന്ന് ഈ സ്വപ്നം പറഞ്ഞതിന് പിറ്റേ ദിവസം ചൗധരി സാഹിബിൻ്റെ മകൻ മരണപ്പെട്ടു. ഏക മകനായതുകൊണ്ട് അവൻ്റെ മാതാവ് അത്യന്തം ദുഃഖിക്കുകയും പരിധി വിട്ട് കരയുകയും ചെയ്തു. ആ അവസ്ഥയിൽ അവർ ഇപ്രകാരം പറഞ്ഞു, ഹേ ക്രൂരനായവനെ, നീ എന്നോട് വലിയ ക്രൂരത ചെയ്തിരിക്കുന്നു. ദൈവത്തെ അഭിസംബോധന ചെയ്താണ് അവർ ഇത് പറഞ്ഞത്. അവരത് പറഞ്ഞത് അവിടുന്ന് കേട്ടു. ഇപ്പോൾ തന്നെ അവിടുന്ന് പുറത്തേക്ക് വന്നു. അവിടുത്തെ മനസ്സ് വേദനിക്കുകയായിരുന്നു. അവിടുന്ന് ആവശ്യത്തോട് അരുളുകയുണ്ടായി, ഈ സ്ത്രീ ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകട്ടെ. ഹസ്രത്ത് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ മാതാവ് വലിയ വിവേകവും കാര്യപ്രാപ്തിയുമുള്ള സ്ത്രീയായിരുന്നു. അവർ ചൗധരി സാഹിബിൻ്റെ ഭാര്യയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഹസ്രത്ത് സാഹിബ് കടുത്ത നീരസത്തിലാണെന്ന് അവർ പറഞ്ഞു. അവർ തോബ ചെയ്യുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു. താൻ ഇനി കരയുക പോലുമില്ലെന്ന് ആ സ്ത്രീ പറഞ്ഞു. മീർ സാഹിബിൻ്റെ മാതാവ് ഹസ്രത്ത് സാഹിബിനോട് വന്നു പറഞ്ഞു, ഇനി മാപ്പ് നൽകിയാലും. അവർ തോബ ചെയ്യുന്നു. അവർ കരച്ചിലും നിർത്തുകയുണ്ടായി. അവിടുന്ന് അരുളി, ശരി, അവർ ഇവിടെ നിൽക്കട്ടെ, കുട്ടിയുടെ കബറടക്കത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. ഹസ്രത്ത് ഷേഖ് യാക്കൂബ് അലി ഇർഫാനി സാഹിബ് അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് വിവരിക്കുന്നു. ഡൽഹൌസി സന്ദർശിക്കാൻ അവസരമുണ്ടായപ്പോഴെല്ലാം അത് മസീഹ് സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നു. അവിടുന്ന് അരുളി,
അവിടുത്തെ പച്ചപ്പും മലനിരകളും ഒഴുകുന്ന അരുവികളും കാണുമ്പോൾ സ്വയമറിയാതെ തൻ്റെ മനസ്സിൽ അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള ആവേശമുണ്ടാകുമായിരുന്നു. ആരാധനകളിൽ പ്രത്യേക അനുഭൂതി ലഭിക്കുമായിരുന്നു. ഏകാന്തതയ്ക്ക് പറ്റിയ നല്ലൊരിടമാണത്. ദൈവസ്നേഹത്തിൻ്റെ ആ മാധുര്യത്തെക്കുറിച്ച് അവിടുന്ന് ഒരിടത്ത് ഇപ്രകാരം അരുളുകയുണ്ടായി: ദൈവസാമീപ്യത്തിൻ്റെ മാധുര്യത്താൽ വളർന്നു വികസിച്ച അനുഭൂതിദായകമായ ദൈവസ്നേഹം വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെ കഷ്ടപ്പാടുകളുടെ ഉരലിലിട്ട് ചതച്ചരച്ചാലും ഏതെങ്കിലും യന്ത്രത്തിൽ വെച്ച് പിഴിഞ്ഞെടുത്താലും അവരിൽ നിന്ന് പുറത്തു വരുന്നത് ദൈവസ്നേഹത്തിൻ്റെ രസമല്ലാതെ മറ്റൊന്നുമല്ല. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവരെ എങ്ങനെയൊക്കെ പീഡിപ്പിച്ചാലും ഇടിച്ചു പൊടിച്ചാലും ഗ്രൈൻഡറിലിട്ട് പൊടിയാക്കിയാലും ഏത് യന്ത്രത്തിലിട്ട് പിഴിഞ്ഞെടുത്താലും അവരിൽ നിന്ന് ദൈവത്തോടുള്ള അനുരാഗമല്ലാതെ മറ്റൊന്നും കാണുകയില്ല എന്ന് ചുരുക്കം. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു അൻഹു മാലിക് മൗലാ ബഖ് സാഹിബിൽ നിന്നുള്ള ഒരു നിവേദനം ഇപ്രകാരം വിവരിക്കുന്നു: സാഹിബ്സാദ മിർസ മുബാറക് അഹമ്മദ് രോഗബാധിതനായിരുന്നപ്പോൾ അത് മസീഹ് സ്വലാത്തു വസ്സലാം വലിയ ആശങ്കയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം സർദാർ ഫസൽ ഹഖ് സാഹിബ്, ഡോക്ടർ ഇബാദുല്ല സാഹിബ് എന്നിവരോടൊപ്പം അനുശോചനം രേഖപ്പെടുത്താനായി ഞാൻ കാദിയാനിലെത്തി. എന്നാൽ ഹുസൂർ പള്ളിയിലേക്ക് വന്നപ്പോൾ സാധാരണയേക്കാൾ കൂടുതൽ സന്തോഷവാനായിട്ടാണ് കാണപ്പെട്ടത്. മരിച്ചുപോയ മകനെക്കുറിച്ച് പരാമർശം വന്നപ്പോൾ അവിടുന്ന് അരുളി: മുബാറക് അഹമ്മദ് ഇവിടെ വാങ്ങി. എൻ്റെ നാഥൻ്റെ വാക്കു പുലർന്നു. ഈ മകൻ ഒന്നുകിൽ വേഗത്തിൽ മരണപ്പെടുമെന്നോ വലിയ ദൈവഭക്തനാകുമെന്നോ അള്ളാഹു എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. അള്ളാഹു അവനെ വിളിച്ചു: ഒരു മുബാറക് അഹമ്മദ് അല്ല, 1000 പുത്രന്മാർ ഉണ്ടാവുകയും അവർ മരിക്കുകയും ചെയ്താലും ശരി, എൻ്റെ റബ്ബ് സന്തോഷവാനായിരിക്കണം. അവിടുത്തെ കൽപ്പന നടപ്പിലാകണം. അതിലാണ് എൻ്റെയും സന്തോഷം. ഇത് കണ്ടപ്പോൾ അനുശോചനം രേഖപ്പെടുത്താൻ വന്ന ഞങ്ങളിൽ ആർക്കും ഒന്നും പറയാൻ ധൈര്യമുണ്ടായില്ല. ഹസ്രത്ത് നവാബ് മുബാറക് ബീഗം സാഹിബ് റളിയല്ലാഹു അൻഹ എഴുതുന്നു: അള്ളാഹുവിൻ്റെ പരിശുദ്ധ അസ്തിത്വത്തോടുള്ള അവിടുത്തെ നിർവ്യാജമായ അനുരാഗം എപ്പോഴും പ്രകടമായിരുന്നു. ഒരിക്കൽ അവിടുന്ന് തേങ്ങിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. വളരെ വേദനയോടെ തൻ്റെ യജമാനനെ, തൻ്റെ പ്രിയതമനെ അവിടുന്ന് വിളിക്കുകയായിരുന്നു. അവിടുത്തെ നാവിൽ നിന്ന് മെരെ പ്യാരെ അല്ല, മെരെ പ്യാരെ അല്ല, എൻ്റെ പ്രിയപ്പെട്ട അള്ളാഹുവേ എന്ന വിളി ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവിടുന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രണയബദ്ധനായിരുന്നു. തൻ്റെ നാഥനിൽ അനുരക്തനായിരുന്നു. അവിടുത്തെ മുഖത്ത് ആ പ്രണയദീപ്തി പ്രകടമായിരുന്നു. ആ വെളിച്ചമായിരുന്നു അവിടുത്തെ നാവിൽ നിന്ന് ഒഴുകിയിരുന്നത്. അവിടുത്തെ വാക്കുകളിൽ ആ പ്രകാശത്തിൻ്റെ നീരുറവകൾ നിർഗമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആത്മീയമായ അന്ധരായവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. ലുധിയാനയിലെ പ്രശസ്ത സൂഫി വര്യനായിരുന്ന അത് മുൻഷി അഹമ്മദ് ജാൻ സാഹിബ് ഹജ്ജിന് പോകാൻ തയ്യാറെടുത്തപ്പോൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പേ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ഒരു കത്തെഴുതി. അതിൽ അവിടുന്ന് ഇപ്രകാരം രേഖപ്പെടുത്തി: അള്ളാഹുവിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് ബൈത്തുല്ല സന്ദർശിക്കാൻ സാധിക്കുമ്പോൾ ഇരിസാരനായ ദൈവദാസന് വേണ്ടി ആ പുണ്യസ്ഥലത്ത് വെച്ച് അത്യന്തം വിനയത്തോടും ആർദ്രതയോടും വിരഹവേദനയോടും ഹൃദയവ്യഥയോടും കൂടി ഇപ്രകാരം അപേക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അല്ലയോ അർഹമുറാഹിമീൻ, നിന്റെ ഭൂമിയിൽ ഇന്ത്യ എന്ന രാജ്യത്ത് നിന്റെ നിസ്സാരനും പാപിയും അയോഗ്യനുമായ അഹമ്മദ് എന്നൊരു ദാസനുണ്ട്. അവനിപ്രകാരം അപേക്ഷിക്കുന്നു: അല്ലയോ കാരുണ്യവാനായ തമ്പുരാനെ, നീ എന്നിൽ സംപ്രീതനാവുകയും എൻ്റെ തെറ്റുകളും പാപങ്ങളും പുറത്തു തരികയും ചെയ്യണമേ. നീ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണല്ലോ. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തികൾ എന്നെക്കൊണ്ട് ചെയ്യിക്കണമേ. എനിക്കും എൻ്റെ ദേഹേച്ഛകൾക്കുമിടയിൽ ധ്രുവാന്തരം സംജാതമാക്കണമേ. എൻ്റെ ജീവിതവും മരണവും എനിക്കുള്ള എല്ലാ ശക്തിയും നിന്റെ മാർഗത്തിൽ മാത്രമാക്കണമേ. നിന്റെ സ്നേഹത്താൽ എന്നെ ജീവിപ്പിക്കുകയും നിന്റെ സ്നേഹത്തിൽ തന്നെ എന്നെ മരിപ്പിക്കുകയും നിന്റെ ഉത്തമരായ സ്നേഹിതരുടെ കൂട്ടത്തിൽ ഉയർപ്പിക്കുകയും ചെയ്യണമേ. അർഹമുറാഹിമീൻ, ഏത് കാര്യത്തിൻ്റെ പ്രചാരണത്തിനായാണോ നീ എന്നെ നിയോഗിച്ചത്, ഏത് സേവനത്തിനായോ നീ എൻ്റെ ഹൃദയത്തിൽ ആവേശമുണ്ടാക്കിയത്, അത് നിന്റെ കൃപയാൽ പൂർത്തീകരിച്ചു തരണമേ. ഈ വിനീതൻ്റെ കൈകളാൽ ഇസ്ലാമിൻ്റെ സത്യസന്ധത ശത്രുക്കളുടെയും ഇസ്ലാമിനെയും കുറിച്ച് അറിവില്ലാത്തവരുടെയും മുന്നിൽ തെളിയിച്ചു കൊടുക്കണമേ. ഈ വിനീതനെയും എൻ്റെ ആത്മാർത്ഥരായ സുഹൃത്തുക്കളെയും നിന്റെ മഗ്ഫിറത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും തണലിൽ നിർത്തി ഇരുലോകത്തും ഞങ്ങളുടെ സംരക്ഷനാവുകയും ഞങ്ങളെയെല്ലാം നിന്റെ തൃപ്തിയുടെ ഭവനത്തിൽ എത്തിക്കുകയും ചെയ്യണമേ.
അദ്ദേഹത്തിലും അനുചരന്മാരിലും കൂടുതലായി അനുഗ്രഹം വർഷിച്ചാലും. ആ പ്രാർത്ഥനയിലെ ഏതാനും ഭാഗം മാത്രമാണ് ഞാൻ ചൊല്ലിയത്. ഇടയ്ക്ക് ചിലത് വിട്ടുപോയിരിക്കാം. ഏതായാലും ഹസ്രത്ത് മുൻഷി സാഹിബ് മസീമുദ് സ്വലാത്തു വസ്സലാമിൻ്റെ നിർദ്ദേശപ്രകാരം ആ വർഷം ഹജ്ജ് അക്ബറിൻ്റെ വേളയിൽ ബൈത്തുല്ലായിലും അറഫ മൈതാനിയിലും വെച്ച് ഈ പ്രാർത്ഥന നടത്തി. ഇതിലെ ഓരോ വാക്കും ദൈവസ്നേഹത്താൽ മുഖരിതമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏകനായ ദൈവത്തോടുള്ള സ്നേഹമാണ് അത് പ്രകടിപ്പിക്കുന്നത്. ദൈവത്തോടുള്ള അവിടുത്തെ അനുരാഗം ആ വാക്കുകളുടെ ഓരോ തന്തുക്കളിലും തുടിക്കുന്നുണ്ട്. മസീമുദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് ഇപ്രകാരം അരുളി: ദൈവത്തെ സ്നേഹിക്കുന്നതിനും അവനനുസരിക്കുന്നതിനും കഠിനമായ ശിക്ഷ നൽകപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായാൽ പോലും എൻ്റെ പ്രകൃതം ആ പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും വലിയൊരു മാധുര്യത്തോടും ആവശ്യത്തോടും കൂടി ഏറ്റുവാങ്ങാൻ തയ്യാറാകുമെന്ന് ഞാൻ സത്യം ചെയ്തു പറയുന്നു. ആ ഒരു ദൃഢവിശ്വാസത്തോടുകൂടി എനിക്ക് ശിക്ഷയും ക്ലേശവും സഹിക്കേണ്ടി വന്നാലും അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ നിന്ന് പുറത്ത് കാലെടുത്ത് വെക്കുന്നത് ആയിരക്കണക്കിന് മരണങ്ങളെക്കാളും വലിയ വേദനയായും ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും സഞ്ചയമായിട്ടുമാണ് ഞാൻ കരുതുന്നത്. തുടർന്ന് അവിടുന്ന് അരുളി: സർവശക്തനായ ഒരു ദൈവം തനിക്കുണ്ടെന്ന് ഇതുവരെ തിരിച്ചറിയാത്ത മനുഷ്യൻ എത്ര ദുർഭാഗ്യവാനാണ്. നമ്മുടെ സ്വർഗം നമ്മുടെ ദൈവമാകുന്നു. നമ്മുടെ പരമമായ ആനന്ദം നമ്മുടെ ദൈവത്തിലാണ്. കാരണം നാം അവനെ ദർശിച്ചിരിക്കുന്നു. എല്ലാ സൗന്ദര്യവും അവനിൽ കണ്ടെത്തുകയുണ്ടായി. ജീവൻ നൽകേണ്ടി വന്നാലും ഈ സമ്പത്ത് നേടേണ്ടതാണ്. നമ്മുടെ അസ്തിത്വം മുഴുവൻ നഷ്ടപ്പെട്ടാലും ഈ രത്നം വാങ്ങേണ്ടത് തന്നെയാണ്. ഹതഭാഗ്യരെ, നിങ്ങളെ ദാഹം ശമിപ്പിക്കാൻ ആ നീരുറവിലേക്ക് ഓടി അടുക്കുക. ഇതാണ് നിങ്ങളെ രക്ഷിക്കുന്ന ജീവൻ്റെ നീരുറവ. ഞാൻ എന്തു ചെയ്യും? എങ്ങനെയാണ് ഈ സുവാർത്ത നിങ്ങളുടെ ഹൃദയങ്ങളിൽ കുടിയിരുത്തുക? ഏത് പെരുമ്പറ അടിച്ചാണ് ഞാൻ തെരുവുകളിൽ വിളിച്ചു പറയുക, ഇതാ നിങ്ങളുടെ ദൈവമെന്ന്? ഏത് മരുന്നുകൊണ്ടാണ് കേൾക്കാൻ വേണ്ടി ഞാൻ ജനങ്ങളുടെ കാതുകൾ ചികിത്സിക്കുക? നിങ്ങൾ ദൈവത്തിൻ്റെതാവുകയാണെങ്കിൽ ദൈവം നിങ്ങളുടേതായി തീരുന്നതാണ്. നിങ്ങൾ ഉറങ്ങുമ്പോഴും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണർന്നിരിക്കും. നിങ്ങൾ ശത്രുവിനെക്കുറിച്ച് അശ്രദ്ധരായിരിക്കുമ്പോഴും ദൈവം അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അവൻ്റെ പദ്ധതികളെ അവൻ തകർക്കും. നിങ്ങളുടെ ദൈവത്തിന് എന്തെല്ലാം ശക്തികളുണ്ടെന്ന് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ലോകത്തിനു വേണ്ടി നിങ്ങൾ ഇത്രത്തോളം ദുഃഖിക്കുന്ന ഒരു ദിവസം പോലും ഉണ്ടാവുമായിരുന്നില്ല. വലിയൊരു നിധി കൈവശമുള്ള ഒരാൾ ഒരു പൈസ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കരയുകയും നിലവിളിക്കുകയും തകർന്നു പോവുകയും ചെയ്യുമോ? നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തുണയാകുന്ന ദൈവമാകുന്ന നിധിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ ഈ ദുനിയാവിനു വേണ്ടി നിങ്ങൾ ഇത്രത്തോളം ബോധരഹിതരാകുമായിരുന്നോ? അള്ളാഹു അത്യന്തം പ്രിയപ്പെട്ട നിധിയാണ്. അവനെ ആദരിക്കുക. അള്ളാഹു അത്യന്തം പ്രിയപ്പെട്ട ഒരു നിധിയാണ്. അതിനെ വിലമതിക്കുക. നിങ്ങളുടെ ഓരോ ചുവടിലും അവൻ നിങ്ങളുടെ സഹായിയാണ്. അവനില്ലാതെ നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങളുടെ ഭൗതികോപാധികൾക്കോ തന്ത്രങ്ങൾക്കോ യാതൊരു വിലയുമില്ല. ദൈവത്തോടുള്ള തൻ്റെ സ്നേഹം അത്യന്തം മനോഹരമായി അവിടുന്ന് ഇപ്രകാരം പ്രകടിപ്പിച്ചു: എൻ്റെ ദൈവമേ, എൻ്റെ മൗല, എൻ്റെ പ്രിയപ്പെട്ട ഉടമസ്ഥ, എൻ്റെ പ്രിയതമ്മ, എൻ്റെ പ്രണയിതാവേ, ലോകം എന്നെ കാഫിർ എന്ന് വിളിക്കുന്നു. എന്നാൽ നിന്നേക്കാൾ പ്രിയപ്പെട്ട മറ്റൊരാളെ എനിക്ക് കണ്ടെത്താൻ കഴിയുമോ? അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ ഞാൻ ഉപേക്ഷിക്കുമായിരുന്നു. എന്നാൽ ഞാൻ കാണുന്നത് ഇതാണ്: ലോകം എന്നെ മറക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കോ ശത്രുക്കൾക്കോ ഞാൻ ഏതവസ്ഥയിലാണെന്ന് പോലും അറിയാത്ത നേരത്ത് നീ എന്നെ ഉണർത്തുകയും അത്യന്തം സ്നേഹത്തോടെയും കരുണയോടെയും ദുഃഖിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് അരുളുകയും ചെയ്യുന്നു. എൻ്റെ മൗല, എൻ്റെ യജമാനരെ, ഇത്ര വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കെ എനിക്ക് നിന്നെ എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും? ഒരിക്കലുമില്ല, ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു: എനിക്ക് ലഭിച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ എണ്ണി തീർക്കാൻ എനിക്ക് കഴിയില്ല. നീ തന്നെയാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ നിന്നെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഒരു മുല കുടിക്കുന്ന കുഞ്ഞ് തൻ്റെ അമ്മയെ കാണുമ്പോൾ ആഹ്ലാദിക്കുന്നത് പോലെ നിന്റെ നാമം കേൾക്കുമ്പോൾ എൻ്റെ മാതാവ്, നിന്റെ നാമം കേൾക്കുമ്പോൾ എൻ്റെ ആത്മാവ് തുടിക്കുന്നു. എന്നാൽ ഭൂരിഭാഗം ആളുകളും എന്നെ തിരിച്ചറിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നെ സ്വീകരിച്ചതുമില്ല. എന്നാൽ ഭൂരിഭാഗം ആളുകളും എന്നെ തിരിച്ചറിഞ്ഞില്ല, എന്നെ സ്വീകരിച്ചതുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർണ്ണമായ അനുസരണത്തിലൂടെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുലുണ്ടായ ആ സ്നേഹവും അനുരാഗവുമാണിത്. ഇതേ സ്നേഹം വളർത്തിയെടുക്കാൻ അവിടുന്ന് തൻ്റെ ജമാഅത്തിനോടും ഉപദേശിച്ചു. അവിടുന്ന് അരുളി: ഏതൊരു ത്യാഗത്തിനും നിങ്ങൾ സന്നദ്ധരാവുക. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യുകയും അവനെ സ്നേഹിക്കുകയും അവനോടുള്ള കടമ നിറവേറ്റുകയും ചെയ്താൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും. അവൻ നിങ്ങളെ എല്ലാ ശത്രുക്കളിൽ നിന്നും എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷിക്കും. അവൻ്റെ പ്രീതിക്കായി നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഈ ലോകത്തും പരലോകത്തും അള്ളാഹു നിങ്ങൾക്ക് എണ്ണം പ്രതിഫലങ്ങൾ നൽകുന്നതാണ്. അള്ളാഹു നമ്മെ അവനെ സ്നേഹിക്കുന്നവരും അവൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരുമാക്കി തീർക്കട്ടെ. ഇന്നലെ മുതൽ
പുതുവർഷം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും പരസ്പരം ആശംസകൾ നേരുന്നുമുണ്ട്. ഈ വർഷം നമുക്ക് എണ്ണം പറ്റ അനുഗ്രഹങ്ങളുടെയും വർഷമായി തീരുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു ശത്രുക്കളുടെയും എതിരാളികളുടെയും പദ്ധതികളെ തകർക്കുകയും ജമാഅത്തിന് മുമ്പത്തേക്കാൾ വലിയ പുരോഗതി നൽകുകയും ചെയ്യുമാറാകട്ടെ. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സ്വതന്ത്ര രാജ്യങ്ങളിൽ താമസിക്കുന്ന നമ്മൾ പുതുവത്സരം ആഘോഷിക്കുമ്പോൾ പാകിസ്ഥാനിലും മറ്റും ദൈവമാർഗത്തിൽ തടവിലാക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ പ്രാർത്ഥനകളിൽ ഓർത്തുകൊള്ളുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന മുബാറക് സാനി സാഹിബിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. മറ്റു പല സഹോദരങ്ങളും തടവറയിലാണ്. ഈ അവസ്ഥയിലും യാതൊരു പരാതിയുമില്ലാതെ അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രീതിക്കായി അവർ കൈകളിൽ ഇരുമ്പ് വിലങ്ങുകൾ അണിഞ്ഞിരിക്കുന്നു. അള്ളാഹു അവരുടെ മോചനം എത്രയും വേഗം എളുപ്പമാക്കട്ടെ. നമുക്കും ആ തടവുകാർക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അഹമ്മദികൾക്കും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഗ്രാഹ്യം മുമ്പത്തേക്കാൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. പ്രതിസന്ധികൾ കാരണം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകുന്നതിന് പകരം അത് വർദ്ധിക്കാൻ ഇടയാകുമാറാകട്ടെ. ലോകത്ത് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആക്രമിക്കപ്പെട്ടവരെ അക്രമികളുടെ കൈകളിൽ നിന്ന് അല്ലാഹു രക്ഷിക്കുകയും ലോകത്ത് സമാധാനം സ്ഥാപിതമാവുകയും ചെയ്യട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 3 ജനാസ ഗൈബ് നിർവഹിക്കുന്നതാണ്. അതിലാദ്യത്തേത് സയ്യിദ് അഹമ്മദ് സാഹിബ് നാസറിൻ്റെ ഭാര്യയായിരുന്ന റഹാന ബാസിമ സാഹിബയുടേതാണ്. 90-ാം വയസ്സിൽ കഴിഞ്ഞ ദിവസമാണ് അവർ അന്തരിച്ചത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ കൃപയാൽ അവർ മൂസിയായിരുന്നു. അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ പൗത്രൻ്റെ മകളും അത് മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബിൻ്റെ പൗത്രിയും അത് മിർസ അസീം അഹമ്മദ് സാഹിബിൻ്റെ മകളും അത് മീർ ഇസ്ഹാഖ് സാഹിബിൻ്റെ മകളുടെ മകളുമായിരുന്നു അവർ. വിവാഹശേഷം ഭർത്താവിനോടൊപ്പം കിഴക്കൻ ആഫ്രിക്കയിലെ കെനിയയിലേക്ക് അവർ പോയി. അവിടെ രചനാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും സംഘടനാപരമായ തലങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. അവരുടെ 2 പുത്രന്മാർ വഖഫ് ജിന്ദഗിയാണ്. സയ്യിദ് താഹിർ അഹമ്മദ് അഡീഷണൽ നാസർ ഇർഷാദ് റബ്വ ആണ് ഒന്ന്. സയ്യിദ് മുസഫർ അഹമ്മദ് നിസാമിൽ ജാഹിദാദിൽ പ്രവർത്തിക്കുന്നു. പുത്രന്മാർ 3 പേരാണ്. മൂന്നാമത്തേത് അനീസ അഹമ്മദ് സാഹിബ് മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബിൻ്റെ പത്നിയാണ്. മിർസ കലീം അഹമ്മദ് സാഹിബിൻ്റെ ഭാര്യ അഥവാ മിർസ വസീം അഹമ്മദ് സാഹിബിൻ്റെ മരുമകളാണ്. അവരുടെ മകൻ സയ്യിദ് താഹിർ അഹമ്മദ് എഴുതുന്നു, ഉമ്മാക്ക് ഖുർആനോട് വലിയ സ്നേഹവും താല്പര്യവുമായിരുന്നു. കൃത്യമായും ധാരാളമായും അവർ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ഖിലാഫത്തിനോട് അതിരട്ട സ്നേഹവും ആദരവുമാണ് അവർക്കുണ്ടായിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാ മക്കളും എഴുതിയിരിക്കുന്നു. ഈ സ്വഭാവങ്ങൾ അവർ മക്കളിലും വളർത്തിയെടുത്തു. മകൻ അനീസ് അഹമ്മദ് എഴുതുന്നു, മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അവർ പങ്കുചേരുമായിരുന്നു. ചന്തകൾ കൃത്യമായി നൽകാൻ അവർ മക്കളെ ഉപദേശിക്കുകയും അത് നൽകിയോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. ഐച്ഛിക നോമ്പുകൾ എടുക്കാൻ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അവരുടെ മകൾ ഫർഹാന ഫൗസിയ പറയുന്നു, കുട്ടിക്കാലം മുതൽക്കേ ഉമ്മ തഹജ്ജുദ് നമസ്കാരത്തിൽ നിഷ്ഠയുള്ളവളായിരുന്നു. നമസ്കാരം സ്വയം അനുഷ്ഠിക്കുന്നതോടൊപ്പം കൃത്യസമയത്ത് നമസ്കരിക്കാൻ അവർ മക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഖുർആൻ പാരായണം ചെയ്തിരുന്നതിനാൽ പല വലിയ സൂറത്തുകളും അവർക്ക് ഹൃദിസ്ഥമായിരുന്നു. ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ അവർ ഞങ്ങളോട് പറയുമായിരുന്നു. വിശുദ്ധ ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുകയും ആഴത്തിൽ പഠിക്കുകയും ചെയ്തതിനാലാണ് ഈ ഗുണങ്ങൾ അവരിൽ സംജാതമായത്. ഞങ്ങൾ തിലാവത്ത് ചെയ്യുമ്പോഴെല്ലാം അത് കേൾക്കുന്ന സമയത്ത് തെറ്റുതിരുത്തുമായിരുന്നു. അവർ നല്ലൊരു അതിഥി സൽക്കാര പ്രിയയായിരുന്നു. ഇന്ന് സൗകര്യങ്ങളൊക്കെയായി, എന്നാൽ പണ്ട് ഗീസറുകളും ബോയിലറുകളും മറ്റുമില്ലാതിരുന്ന തണുപ്പ് കാലത്ത് അവർ നേരത്തെ എഴുന്നേറ്റ് അതിഥികൾക്ക് ഉളെടുക്കാൻ സ്വയം വെള്ളം ചൂടാക്കി നൽകുമായിരുന്നു. ഇവരുടെ ഭർത്താവും മീർ ഇസ്മായിൽ സാഹിബിൻ്റെ മകനുമായ സയ്യിദ് സാഹിബ് അസർ ഖലീഫത്തുൽ മസീഹ് 4-ാമൻ്റെ സുഹൃത്തായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അത് ഖലീഫത്തുൽ മസീഹ് റാബി തന്നെ പറഞ്ഞിട്ടുണ്ട്,
അവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് വുളുവെടുക്കാൻ അതിരാവിലെ തന്നെ കുളിമുറിയിൽ ചൂടുവെള്ളം കരുതി വെക്കുമായിരുന്നു. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഒരു ദിവസം ഞാൻ നേരത്തെ എഴുന്നേറ്റ് വെള്ളം ചൂടാക്കാമെന്ന് കരുതി. എന്നാൽ ഞാൻ എഴുന്നേറ്റ് ചെല്ലുമ്പോഴേക്കും അവരവിടെ വെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിട്ടിരുന്നുവെങ്കിലും നല്ല രീതിയിൽ അവർ വീട് പുലർത്തിക്കൊണ്ടു പോവുകയുണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ അവർ ആദ്യം കെനിയയിലായിരുന്നു. കെനിയയിൽ നിന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് മൂന്നാമൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവർ പാകിസ്ഥാനിലേക്ക് മടങ്ങിയത്. അവിടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ നേരിട്ടെങ്കിലും അത്യന്തം ക്ഷമയോടെയും സംതൃപ്തിയോടെയും അവർ വീട് നയിച്ചു. അവരുടെ സഹോദരി അത്തീഖ ഫർസാന പറയുന്നു, അവർക്ക് ജമാഅത്തിനോട് വലിയ ആത്മാഭിമാനമായിരുന്നു. ജമാഅത്തിനെതിരെ ഒന്നും കേൾക്കാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവിടെ മറ്റൊരു സഹോദരി ദുറേഷഹവർ ദുർഹാന പറയുന്നു, അലാറം ഇല്ലാതെ തന്നെ തഹജുദിന് ഉണരുന്ന ശീലമായിരുന്നു അവർക്ക്. തൻ്റെ 5 പെൺമക്കളുടെ വിവാഹകാര്യത്തിൽ ഞാൻ ആശങ്കപ്പെട്ടപ്പോൾ, വിഷമിക്കേണ്ട, അള്ളാഹു നല്ല നിലയിൽ ഇവർക്ക് വിവാഹബന്ധം ഉണ്ടാക്കുന്നതാണ് എന്നവർ പറയുമായിരുന്നു. അള്ളാഹു പിന്നീടെല്ലാം ഭംഗിയായി നടത്തി കൊടുക്കുകയും ചെയ്തു. അത്യന്തം ക്ഷമാശീലയും നന്ദിയുള്ളവളും ധൈര്യശാലിയുമായിരുന്നു അവർ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും കരുണയും നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം ലൈബീരിയയിലെ മുൻ നാഷണൽ ലജന പ്രസിഡൻ്റായിരുന്ന ഇഫത്ത് ഹലീം സാഹിബെക്കുറിച്ചാണ്. ലൈബീരിയയിലെ മൺറോബിയ ക്ലിനിക്കിൻ്റെ ഇൻചാർജും വാഖിഫെ സിന്ദഗിയുമായ ഡോക്ടർ അബ്ദുൽ ഹലീം സാഹിബിൻ്റെ പത്നിയായിരുന്നു അവർ. രോഗിയായിരുന്ന അവർ ചികിത്സയ്ക്കായി ഹോളണ്ടിലെത്തിയതായിരുന്നു. ഡിസംബർ 21 59-ാം വയസ്സിൽ അവർ അന്തരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവർ വരുമാനത്തിൻ്റെ 1/3 വസിയത്ത് ചെയ്ത മൂസിയായിരുന്നു. അവരുടെ കുടുംബത്തിലേക്ക് അഹമ്മദിയത്ത് കടന്നു വരുന്നത് അവരുടെ പിതാമഹൻ്റെ പിതാവായ മുഹമ്മദ് അലി സാഹിബിലൂടെയാണ്. അദ്ദേഹം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കൈകളിൽ ബയ്യത്ത് ചെയ്ത വ്യക്തിയായിരുന്നു. 2004 ജൂലൈയിൽ അവർ ഭർത്താവിനോടൊപ്പം ലൈബീരിയയിലേക്ക് പോയി. 21 വർഷം അവിടെ താമസിച്ച അവർ ആ കാലയളവിൽ ലജന പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. 2-3 വട്ടം അവർക്ക് ജമാഅത്തിനെ സേവിക്കാൻ സാധിച്ചു. മരണസമയത്തും അവർ ആ പദവിയിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. തഹജ്ജുദ് നമസ്കാരത്തിലും നോമ്പിലും നിഷ്ഠയുള്ളവരും ഖുർആൻ പതിവായി പാരായണം ചെയ്യുന്നവരുമായിരുന്നു അവർ. ഖിലാഫത്തിനോട് അതിരറ്റ സ്നേഹവും വിശ്വസ്തതയും പുലർത്തിയിരുന്നു. തൻ്റെ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ അത്യന്തം ആത്മാർത്ഥതയോടെ അവർ നിർവഹിച്ചു. സാമ്പത്തിക പദ്ധതികളിൽ സജീവമായി പങ്കെടുക്കുകയും ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. അതിസൽക്കാരം, സൗഹൃദ മനോഭാവം, സൽസ്വഭാവം, ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള മനസ്സ് എന്നിവ അവരിൽ നിറഞ്ഞിരുന്നു. സച്ചരിതയായ സ്ത്രീയായിരുന്നു അവർ. അവർ സ്വയം ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല, രചനാ അംഗങ്ങൾക്കായി പ്രത്യേക ക്ലാസുകൾ സംഘടിപ്പിക്കുകയും കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുകയും ആമീൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതിഥി സൽക്കാരം അവരുടെ വലിയൊരു ഗുണമായിരുന്നു. ഏതാനും ദിവസങ്ങൾ മാത്രമല്ല, ആഴ്ചകളോളം തൻ്റെ വീട്ടിൽ വരുന്ന അതിഥികളെ അവർ സന്തോഷത്തോടെ താമസിപ്പിക്കുമായിരുന്നു. റമദാൻ മാസത്തിൽ ആവശ്യക്കാർക്കായി പതിവായ അത്താഴവും ഇഫ്താറും അവർ ഒരുക്കുമായിരുന്നു. അവരറിയുന്ന എല്ലാവരും ഈ ഗുണങ്ങളെക്കുറിച്ച് സ്നേഹത്തോടെ അനുസ്മരിക്കാറുണ്ട്. ഒരു ഹൽക്ക പ്രസിഡന്റായ ആരിഫ സാഹിബ് പറയുന്നു, അവർ നമസ്കാരത്തിൽ അത്യന്തം നിഷ്ഠയുള്ളവരായിരുന്നു. വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമസ്കാര സമയമാകുന്നത് എങ്കിൽ ആദ്യം നമസ്കരിക്കാം, ബാക്കി ജോലി അതിനുശേഷം തുടരാമെന്ന് അവർ പറയുമായിരുന്നു. ജോലി കഴിഞ്ഞ് നമസ്കരിക്കാമെന്ന ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. ലൈബീരിയയിലെ മിഷണറിയായ ഫാറൂഖ് ഷബീർ സാഹിബ് പറയുന്നു, ഇഫത്ത് അലീം സാഹിബയുടെ വ്യക്തിത്വത്തെ ചുരുങ്ങിയ വാക്കുകളിൽ വിവരിക്കുകയാണെങ്കിൽ അവർ അഹമ്മദത്തിൻ്റെ യഥാർത്ഥ മുഖമായിരുന്നു എന്ന് പറയാം. അതുപോലെ ലൈബീരിയൻ സ്വദേശിയായ മിഷണറി മോമോ ക്രോമ സാഹിബ് പറയുന്നു, പലതവണ അവരുമായി സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. സ്വന്തം മക്കളെ
അതിരറ്റ രീതിയിൽ സ്നേഹിക്കുന്ന ഒരു മാതാവിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് ഓരോ തവണയും എനിക്ക് തോന്നിയത്. അവർക്ക് സ്വന്തമായി മക്കളുണ്ടായിരുന്നില്ല. ഭർത്താവിനെ കൂടാതെ അവർ ദത്തെടുത്ത് വളർത്തിയ 2 കുട്ടികളാണുള്ളത്. ഒന്ന് ഭർത്താവിൻ്റെ സഹോദരപുത്രിയാണ്. 14 വയസ്സുള്ള അവർ ഇപ്പോൾ പഠിക്കുകയാണ്. രണ്ടാമത്തേത് ആൺകുട്ടിയാണ്. ലൈബീരിയയിലെ അഹമ്മദ് മസ്രൂർ സിംഗ്ബ അവനെ ചെറുപ്പത്തിലെ ദത്തെടുത്ത് സ്വന്തം മകനെപ്പോലെ വളർത്തുകയുണ്ടായി. അവനിപ്പോൾ ഘാന ജാമിയ അഹമ്മദ് ഇൻ്റർനാഷണലിൽ 5ാം വർഷ വിദ്യാർത്ഥിയാണ്. അള്ളാഹു ഈ കുട്ടികൾക്കു വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും കരുണയും ചൊരിയുമാറാകട്ടെ. ആമീൻ. 3-ാമത്തെ അനുസ്മരണം ഈജിപ്തിലെ അബ്ദുൽ അലീം അൽ ബർബറി സാഹിബിൻ്റേതാണ്. 64-ാം വയസ്സിൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അന്തരിച്ചത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം അത്യന്തം സൽസ്വഭാവിയും ആത്മാർപ്പണം ചെയ്ത അഹമ്മദിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും അള്ളാഹുവിൻ്റെ കൃപയാൽ അഹമ്മദികളാണ്. ഭാര്യ എഴുതുന്നു, എൻ്റെ ഭർത്താവിന് അള്ളാഹുവിനോട് എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നുവെന്നാൽ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരാളാണ് അദ്ദേഹം എന്ന് തോന്നിപ്പോകുമായിരുന്നു. അത്രത്തോളം ഉന്നതമായ സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ആരെക്കുറിച്ചും മോശമായി സംസാരിച്ചിരുന്നില്ല. ഞങ്ങളുടെ 31 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ അദ്ദേഹം എന്നെ ഒരിക്കൽ പോലും വേദനിപ്പിച്ചിട്ടില്ല. അത്രയും ഉത്തമനായ ഒരു ഭർത്താവായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ മകൾ 2008 MT അൽ അറബിയ കണ്ടതിനെ തുടർന്നാണ് ബൈഅത്ത് ചെയ്തത്. മറിച്ച് 2008 MT അൽ അറബിയ കണ്ടതിനെ തുടർന്നാണ് അബ്ദുൽ അലീം സാഹിബും മകളും ബൈഅത്ത് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തുടക്കത്തിൽ അഹമ്മദത്തിനെ കഠിനമായി എതിർക്കുകയും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. കുടുംബാംഗങ്ങൾ മുഖേനയും അവർ ദ്രോഹിച്ചിരുന്നു. എന്നാൽ പിതാവും മകളും അതെല്ലാം ക്ഷമയോടെ നേരിട്ടു. ഭാര്യ വിവരിക്കുന്നു, ഒരിക്കൽ എൻ്റെ ഭർത്താവ് നമസ്കാരത്തിന് ശേഷം ഉറക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. അള്ളാഹുവേ, ഒന്നുകിൽ നീ എൻ്റെ ഭാര്യയ്ക്ക് സന്മാർഗം നൽകണമേ, അല്ലെങ്കിൽ അവളെ എന്നിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകണമേ. ഈ പ്രാർത്ഥന എന്നെ വല്ലാതെ സ്വാധീനിച്ചു. 1 മാസത്തിന് ശേഷം അള്ളാഹുവിൻ്റെ കൃപയാൽ എൻ്റെ മനസ്സ് തുറക്കുകയും ഞാൻ ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾക്ക് സന്മാർഗം ലഭിക്കുന്നില്ല എന്നാണല്ലോ ആളുകൾ പറയാറ്. ആത്മാർത്ഥമായി സന്മാർഗം ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു തീർച്ചയായും വഴികാട്ടിക്കൊടുക്കും എന്നതിന് ഉദാഹരണമാണിത്. ബൈഅത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ കഠിനമായി എതിർത്തു. എന്നാൽ അദ്ദേഹം അഹമ്മദിയത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തെ അഹമ്മദത്തിൽ നിന്ന് മാറ്റാൻ അവർ പ്രശസ്തനായ ഒരു മൗലവിയെ കൊണ്ടുവന്നു. എന്നാൽ ആ മൗലവി പരാജയപ്പെട്ടു. അബ്ദുൽ അലീം സാഹിബ് അദ്ദേഹത്തിന് നൽകിയ മറുപടി ഇതായിരുന്നു: അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ സത്യസന്ധത എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. എനിക്കെൻ്റെ ഈമാനിൽ നിന്ന് പിന്മാറ്റാൻ കഴിയുകയില്ല. അത് മസീഹ് സ്വലാത്തു വസ്സലാമിലൂടെയാണ് എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ലഭിച്ചത്. അതെനിക്ക് ഒരു തരത്തിലും ഉപേക്ഷിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ദൈവത്തിലുള്ള സ്നേഹമാണിത്. എങ്ങനെയാണ് മസീഹ് സ്വലാത്തു വസ്സലാം ഈ സ്നേഹം സംജാതമാക്കിയതെന്ന് നോക്കൂ. ഭാര്യ പറയുന്നു, ആരാധനാകാര്യങ്ങളിൽ അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. രോഗബാധിതനായിരുന്ന 11 വർഷക്കാലവും അദ്ദേഹം അത്യന്തം ക്ഷമയോടെ അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തനായി കഴിഞ്ഞു. അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവരെ അള്ളാഹും കാണാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് എപ്പോഴും പറയുമായിരുന്നു. അന്ത്യനിമിഷങ്ങളിലും അള്ളാ എന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നു. ഈജിപ്തിലെ ജമാഅത്ത് പ്രസിഡന്റ് പറയുന്നു, ജമാഅത്തിനോടും ഖിലാഫത്തിനോടും അതിരറ്റ സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിട്ടാണ് എനിക്കെപ്പോഴും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത്. ചില ആളുകൾ അദ്ദേഹത്തെ കുഴപ്പങ്ങളിൽ വീഴ്ത്താൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം തൻ്റെ ബൈഅത്ത് പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുകയും വിശ്വസത പുലർത്തുകയും ചെയ്തു. ഗ്രാമത്തിലെ 100 കണക്കിന് അഹമ്മദികളോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിന് ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ മകൻ അഹമ്മദിയല്ലെങ്കിലും എൻ്റെ ജനാസ അഹമ്മദികൾ തന്നെ നയിക്കണമെന്ന് അദ്ദേഹം മകന് വസിയത്ത് നൽകിയിരുന്നു. അതനുസരിച്ച് ജമാഅത്ത് പ്രസിഡന്റ് തന്നെ അനഹമ്മദികളുടെ പള്ളിയിൽ പോയി ജനാസ നമസ്കാരം നയിക്കുകയും അനഹമ്മദികൾ അതിൽ അണിചേരുകയും ചെയ്തു. മകൻ അഹമ്മദിയായില്ലെങ്കിലും നല്ല സ്വഭാവത്തിനുടമയാണ്. ജമാഅത്തിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും കരുണയും ചുരിയുമാറാകട്ടെ.
താഹിർ നദീം സാഹിബും അദ്ദേഹത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈജിപ്ത് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരുന്നു. അന്ന് അദ്ദേഹം തൻ്റെ ഭാര്യയുടെ ബയ്യത്തിനെക്കുറിച്ച് ഒരു സംഭവം എന്നോട് വിവരിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് മസീഹ് സ്വലാത്തു വസ്സലാമിലുള്ള എൻ്റെ ഈമാൻ തുടക്കം മുതലേ ശക്തമായിരുന്നു. എന്നാൽ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഭാര്യ കൂടി ബയ്യത്ത് ചെയ്തതോടെ അള്ളാഹു എൻ്റെ ഈമാനിനെ ഒന്നുകൂടി ദൃഢമാക്കുകയുണ്ടായി. കാരണം ഒരിക്കൽ എൻ്റെ കടുത്ത എതിരാളിയായിരുന്ന ഭാര്യ പിന്നീട് എന്നോടൊപ്പം എല്ലാ ജമാഅത്ത് മീറ്റിങ്ങുകളിലും വരികയും അതീവ സന്തോഷത്തോടെ പള്ളി വൃത്തിയാക്കുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള രചനയുടെ എല്ലാ പ്രവർത്തനങ്ങളും പങ്കുചേരുകയും ചെയ്യുമെന്ന് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മക്കളെയും ഭാര്യയും ആത്മാത്തിലും വിശ്വാസത്തിലും വർദ്ധിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മകനെ ജമാഅത്ത് സ്വീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്തും കാരുണ്യവും നൽകുമാറാകട്ടെ. ആമീൻ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.